ഇന്ന് കുട്ടികൾക്ക് ഒരു ഡയമണ്ട് പെയിന്റിങ് ചെയ്യാനുള്ള ഒരു കിറ്റാണ് ഇത്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ പെയിന്റ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്കിത് ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാനുള്ള ഒരു ഫ്രെയിമുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള പെന്നും സ്റ്റിക്കും ഉണ്ട്. ഇനി ഇതിൽ ആ ഗ്ലൂവിൽ നിന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള ഡയമണ്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡയമണ്ട് അല്ല, ഇതൊരു ഹാഫ് ബീഡ് ഷേപ്പാണുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഫ്രെയിമിന്റെ മുകളിലുള്ള സ്റ്റിക്കർ ഇളക്കി മാറ്റാം. ഇനി ഇതിനകത്ത് ഗ്ലൂ ആണുള്ളത്. ഓരോന്നിനും ഓരോ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, ആൽഫബറ്റ്സ് എഴുതിയിട്ടുണ്ട്. ഓരോ കളർ അനുസരിച്ച് നമുക്ക് ആ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഫ്രെയിമിൽ എഴുതിയിരിക്കുന്ന ആൽഫബറ്റ്സ് അനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള ഡയമണ്ട്സിലും ഓരോ ലെറ്റർ ഉണ്ടാവും. ആ കളർ അനുസരിച്ച് എടുത്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഈ സ്റ്റിക്ക് എടുക്കുക. ഇപ്പൊ തന്നിട്ടുള്ള പശയുണ്ട്, ഇതിങ്ങനെ മാറ്റുക. ഈ പശയിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബീഡിന്റെ മുകളിൽ കുത്തുക. നന്നായിട്ട് പശ തേക്കുക. ഇനി ഇത് നമ്മുടെ ഫ്രെയിമിൽ ഒട്ടിക്കുക. ഇവിടെ ഇപ്പോൾ ഡിയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഡിയിലേക്ക് കൊണ്ടുവന്ന് ഇത് കുത്തി കൊടുക്കാം. ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്തെടുക്കാം. നോക്കി വേണം ഇത് ചെയ്യാൻ. ഇത് ബീഡ് തിരിഞ്ഞിരിപ്പുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ കളറും കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് ആയിരിക്കും ഇത്. നമ്മുടെ ഡയമണ്ട് ഫുൾ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അവിടെ ലൈനുണ്ട്, ആ ലൈനിൽ കൂടി ബാക്കി വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രെയിമിൽ വെക്കണം. അതിന് തൊട്ട് മുമ്പ് ഒരു ഷീറ്റ് ഉണ്ട്. ഈ ഷീറ്റിലെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിമിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ ബാക്കിലുള്ള കവർ റിമൂവ് ചെയ്യാം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രെയിമിന്റെ ബാക്കിലത്തെ ഭാഗം ഊരി മാറ്റാം. നമ്മുടെ ആദ്യം ഗ്ലാസ് ഷീറ്റ് വെക്കുക. അതിന് പുറത്ത് നമ്മുടെ ഫ്രെയിം വയ്ക്കുക. ഇതുപോലെ ആയിരിക്കും. പിന്നീട് ബാക്ക് വശം ചേർത്ത് വയ്ക്കാം. നമ്മൾ ചെയ്തിട്ടുള്ള പെയിന്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.